അമേരിക്കയുമായി ആണവ കരാറിലെത്താൻ ഇറാന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 ദിവസത്തെ സമയം അനുവദിച്ചു. ഈ കാലയളവിനുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുണൈറ്റഡ് നേഷൻസിന് പകരമായി പ്രസിഡന്റ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് സമിതിയുടെ ഉദ്ഘാടന യോഗം വാഷിംഗ്ടണിൽ നടന്നു. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി സമിതിയിലെ അംഗരാജ്യങ്ങൾ $7 ബില്യൺ വാഗ്ദാനം ചെയ്തു. അതിനു പുറമെ അമേരിക്ക $10 ബില്യൺ നൽകുമെന്ന് ഉറപ്പു നൽകി. സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എൽ ഫാഷർ റീജിയൻ പിടിച്ചെടുക്കുന്നതിനിടയിൽ നടത്തിയ ക്രൂരതകൾ വംശഹത്യയുടെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സമിതി റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് 5 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന അപൂർവ ചടങ്ങായ 9ാം പാർട്ടി കോൺഗ്രസിന് കിം ജോങ് ഉൻ തുടക്കം കുറിച്ചു. ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന സംശയത്തിന്മേൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻഡ്സർ അറസ്റ്റിലായി. 11 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ വിട്ടയച്ചു. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സമ്മർദ്ദത്തെ തുടർന്ന് വെനസ്വേലയിലെ താൽക്കാലിക അധികാരികൾ ഒരു പൊതുമാപ്പിനുള്ള ബിൽ അംഗീകരിച്ചു. ഇത് നൂറുകണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തിന് അവസരമൊരുക്കും. ഇറാനെതിരെ പ്രതിരോധപരമായ മുൻകൂർ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ നിരസിച്ചതായി റിപ്പോർട്ടുകൾ. മാസങ്ങളോളം ബഹിരാകാശ സഞ്ചാരികൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കാൻ കാരണമായ സ്റ്റാർ ലൈനർ പരാജയങ്ങളിൽ നാസയെയും ബോയിങ്ങിനെയും വിമർശിച്ചുകൊണ്ട് നാസയുടെ റിപ്പോർട്ട് പുറത്തുവന്നു. ഗ്രേസ് അനാട്ടമി എന്ന പരമ്പരയിലൂടെ പ്രശസ്തനായ നടൻ എറിക് ഡെയ്ൻ അന്തരിച്ചു. ALS രോഗബാധയെ തുടർന്നായിരുന്നു അന്ത്യം.